സ്വാച്ചു ആ, നമ്മളിന്ന് എന്തുണ്ടാക്കുക? ഇന്ന് നമ്മൾ നല്ല അടിപൊളി കപ്പയും ബീഫ് റോസ്റ്റും ഉണ്ടാക്കാൻ പോകും. ആദ്യം കപ്പ കൊത്തിയരിഞ്ഞ് അടുപ്പത്ത് വേവിക്കാൻ വെച്ചു. ഞങ്ങൾ ഇന്ന് ഇവിടെ അൽക്കബീറിന്റെ ഫ്രോസൺ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇത് നാട്ടിലെ ഏകദേശം സെയിം ടേസ്റ്റ് വരുന്ന ബീഫാണ്. ബീഫ് അത്യാവശ്യം വലിയ പീസായിരുന്നു, അപ്പോൾ അത് കുറച്ച് ചെറുതാക്കുന്നുണ്ട്. അവൾ അവിടെ കുറച്ച് മത്തി വെട്ടുന്നുണ്ട്, കുറച്ച് മത്തി ഫ്രൈയും കുറച്ച് പ്രോൺസ് ഫ്രൈയും എന്ന് ഉണ്ടാക്കുന്നുണ്ട്. കപ്പ ഇപ്പം നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഊറ്റാം. നമ്മളിനി ബീഫ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇപ്പം കുക്കറിലാണ് ഇന്ന് ബീഫ് ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ ആദ്യം കുറച്ച് സ്പൈസസ് എടുക്കുക: കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള എടുക്കുക. ഞാൻ ഇവിടെ ഒരു 5 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് ഓയിൽ ഒഴിച്ച് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി നമ്മൾ വേവിച്ചെടുക്കാൻ പോവാണ്. ഇനി കപ്പയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, ഒരു 5 അല്ലി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് തയ്യാറാക്കിയ അരപ്പ് ചേർത്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പും കപ്പയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് ഈ കൂടെ തന്നെ നമുക്ക് നോക്കണം. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉപ്പ് ശരിയാവാണ്ട് വരും. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടിച്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കപ്പ ഇവിടെ റെഡിയാണ്. ബീഫ് നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ഇനി കുറച്ച് സാധനങ്ങൾ വരട്ടി ചേർക്കണം. ആവശ്യത്തിന് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, തക്കാളി നമ്മൾ അത്യാവശ്യം നല്ലപോലെ വരട്ടിയെടുക്കുക. വരട്ടിയെടുത്തതിന് ശേഷം ഇത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. കൂടെ കുഞ്ഞുകൂടെ മീനുള്ള മസാല റെഡിയാക്കി മീനിൻ്റെ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മത്തി ഫ്രൈയും പ്രോൺസ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല കിട്ടലിനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ നമ്മുടെ ബീഫ് ഇവിടെ നല്ല സൂപ്പറായിട്ട് കിട്ടലിനായിട്ട് വെന്തിട്ടുണ്ട്. ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി റെസിപ്പിയാണിത്. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.